ഈ ഒരു ബോർഡിംഗ് പാസും കിട്ടി കടൽ കടന്നു വരുന്ന ഓരോ പ്രവാസികളുടെ പിന്നിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവണം, ഇല്ല എങ്കിൽ കരിയർ ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇവിടെ ജോലിയാണ്, ഹസ്ബൻഡിനൊപ്പം താമസിക്കണം. അങ്ങനെ പല പല റീസൺ കൊണ്ടാണ് ഓരോരുത്തരും ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഞാനും ദുബായിൽ വന്നിട്ട് 2 വർഷമായി. അങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 2 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് വന്നപ്പം ഇവിടെ സമ്മറായ കാരണം നല്ല ചൂടുണ്ടായിരുന്നു. ദുബായിൽ വരുന്ന ഓരോ വിസിറ്റിംഗ് വിസയെ വരുന്ന എക്സ്പെഷ്യലി വിസിറ്റിംഗ് വിസയെ വരുന്ന ഓരോരുത്തർക്കും ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്ന ദിവസം മുതൽ കൗണ്ട് ഡൗൺ ഡേയ്സ് ആണ് ജോലി. 60 ഡേയ്സ് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ വിസ റിന്യൂവൽ ചെയ്യണം, അല്ലെങ്കിൽ എക്സിറ്റ് ആവണം. ആ ഒരു ടൈമിൽ നമുക്ക് പല പല ഇൻ്റർവ്യൂസ് വരും, റിജക്റ്റ് ആകും, പല പല ഫേക്ക് കോളുകൾ വരും. അങ്ങനെ പല പല കാരണങ്ങളാൽ നമ്മൾ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഒരു വില്ലേജിൽ നിന്ന് വന്ന എനിക്ക് പല കാര്യങ്ങളും ദുബായിൽ പുതിയതായിരുന്നു. പുതിയത് മാത്രമല്ല, അതിശയകരവുമായിരുന്നു. ബ്ലൂ ലൈൻ, റെഡ് ലൈന്, പുതുതായിട്ട് ഇവിടെ വരുന്ന ഒരാൾ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോകുന്നവരാണ് മിക്കവരും. അങ്ങനെ കുടുങ്ങാത്തവർ ചുരുക്കം ചിലർ പേര് മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ കുഞ്ഞിലെ ചോക്ലേറ്റും നട്ട്സും ആയിട്ടൊക്കെ വരുന്ന ആൻറ്റിമാരും അങ്കിൾമാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ വന്ന് 1 മാസം ജോലിക്കൊന്നും പോകാതെ റെസ്റ്റ് ചെയ്ത് വീട്ടിൽ ഇരിക്കുന്നു, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നു, ടൂറ് പോകുന്നു. അതൊക്കെ ഇവിടെ ചിലവ് ചുരുക്കി ജീവിച്ചതിൻ്റെ, പാർട്ടീഷനിലും ബെഡ് സ്പേസിലും ജീവിച്ചതിൻ്റെ റിവാർഡായിരുന്നു എന്ന റിയാലിറ്റി മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ വരേണ്ടി വന്നു. അത്രയ്ക്ക് ചിലവ് ചുരുക്കിയാണ് ഓരോ പ്രവാസിയും ഇവിടെ ജീവിക്കുന്നത്. അവരുടെ ഫാമിലി നാട്ടിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെയായിരിക്കും ജീവിക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ വന്ന ബെഡ് സ്പേസിലെ റൂംമേറ്റ്സും ഹൗസ് ഓണറും എല്ലാം നല്ല സപ്പോർട്ടീവായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും 3 മണിക്കൂറിൽ ഞാൻ ഓടിയെത്തും എന്നൊരു കോൺഫിഡൻസ് തന്ന ഒരു ഹസ്ബൻഡും ആണ് എൻ്റേത്. അപ്പം പിന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്താവശ്യത്തിന് ആയാലും ഹസ്ബൻഡിനേക്കാൾ വേഗം എൻ്റെ മനോജാച്ചനും ബിൻസി ചേച്ചിയും ഓടിയെത്തും. അതും 100% ഉറപ്പാണ്. അവരുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് കൂടി തന്നെയാണ് ഞാനിവിടെ 2 വർഷക്കാലം കംപ്ലീറ്റ് ചെയ്തത്. ഇതിനിടെ പലരെ മീറ്റ് ചെയ്തു, പല നല്ല കാര്യങ്ങൾ പഠിച്ചു, പല പാഠങ്ങൾ പഠിച്ചു, എല്ലാം ഉണ്ട്. എങ്കിലും എനിക്ക് എന്നിൽ തന്നെ നല്ല അഭിമാനമുണ്ട്. കാരണം വീട്ടിൽ നിൽക്കുമ്പം ഞാൻ പുറത്ത് തന്നെ അങ്ങനെ പോകാറില്ല. ഈ 2 വർഷക്കാലം ഇവിടെ ഒറ്റയ്ക്ക് ബെഡ് സ്പേസിൽ അല്ലെങ്കിൽ പാർട്ടീഷനിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചു. എൻ്റെ കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കാൻ പഠിച്ചു, കുക്കിംഗ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ പല പല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ എന്ന രീതിയിൽ നല്ലപോലെ ഞാൻ അഭിമാനിക്കുന്നുണ്ട്.